മുതലാളി എസ്.എം. രാജു നിർമ്മിച്ച് എം.എ.വി. രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മുതലാളി എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1965 ഏപ്രിൽ 30-നാണ്. എ.കെ. വെങ്കിട്ടരാമാനുജത്തിൻ്റെ രചന, തിരക്കഥ തിക്കുറിശ്ശി. പി. ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് പുകഴേന്തി സംഗീതം പകർന്നു. കെ.ജെ. യേശുദാസ്, ബി. വസന്ത, എസ്. ജാനകി, ശൂലമംഗലം രാജലക്ഷ്മി എന്നിവർ പിന്നണി ഗായകർ. ഛായാഗ്രഹണം കെ. രാജേന്ദ്രൻ. ഈ സിനിമ പെണ്ണരശ് എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാള പതിപ്പായിരുന്നു. തമിഴ് ചിത്രവും സംവിധാനം ചെയ്തത് എം.എ.വി. രാജേന്ദ്രൻ തന്നെയായിരുന്നു. ഈ ചിത്രത്തിൽ നസീർ, ഷീല, ടി.എസ്. മുത്തയ്യ, തിക്കുറിശ്ശി, ആറന്മുള പൊന്നമ്മ, എസ്.പി. പിള്ള, അടൂർ ബാസി, ജൂനിയർ പത്മിനി, കോട്ടയം ശാന്ത, പഞ്ചാബി, സാൻഡോ കൃഷ്ണൻ, പപ്പുക്കുട്ടി ഭാഗവതർ, രമേഷ്, വി.എസ്. ആചാരി എന്നിവർ വേഷമിട്ടു. കഥ: എറണാകുളത്ത് വലിയൊരു കണ്ണാടി ഫാക്ടറിയുണ്ട്. അതിൻ്റെ ഉടമയാണ് വേണു. വേണു സരസ്വതി അമ്മയുടെ ഏക പുത്രനും. വേണുവിന് അമേരിക്കയിൽ പോകേണ്ടി വന്നു. അത് ഉപരിപഠനത്തിനായിരുന്നു. അയാൾ പോയി. 5 വർഷം കഴിഞ്ഞ് മടങ്ങും വഴി തങ്ങിയത് ബോംബെയിലെ ഒരു ഹോട്ടലിലാണ്. അവിടെ വച്ച് കേശവൻ എന്ന ഹോട്ടൽ തൊഴിലാളിയെ പരിചയപ്പെടാനും വേണുവിന് കഴിഞ്ഞു. ആ പരിചയം ഒരു തൊഴിലാളിയുടെ വേദനയും കഷ്ടപ്പാടും ദുരിതവുമെല്ലാം മനസ്സിലാക്കാൻ വേണുവിനെ സഹായിച്ചു. വീട്ടിലേക്ക് അവൻ കമ്പിയടിച്ചു. കമ്പിയിലെ സന്ദേശം 1 മാസം കഴിഞ്ഞ് താൻ തിരിച്ചു വരൂ എന്നായിരുന്നു. അതിനുശേഷം അവൻ വേഷം മാറി വേലു എന്ന പേരിൽ നാട്ടിലെത്തി. വേണുവിൻ്റെ ഫാക്ടറിയിലെ മാനേജരായ വിക്രമനെ കണ്ട് തനിക്ക് ഒരു കൂലിവേലയെങ്കിലും തരണമെന്ന് അപേക്ഷിച്ചു. വിക്രമൻ അത്ര നല്ലവനൊന്നുമായിരുന്നില്ല. എല്ലാ ദുർഗുണങ്ങളുടെയും കേദാരമായിരുന്നു. അയാൾ വേണു വിവാഹം കഴിക്കാനായി നിശ്ചയിച്ചിരുന്ന അമ്മാവൻ്റെ മകൾ മാലതിയുമായി പ്രണയബന്ധത്തിലാണെന്ന കാര്യം വേണു മനസ്സിലാക്കി. 1-2 ദിവസത്തെ ആൾമാറാട്ടം തൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ദുരിതവും ദുസ്ഥിതിയും മനസ്സിലാക്കുവാൻ വേണുവിന് ഉതകി. ഫാക്ടറിയിലെ മേസ്തിരിയായിരുന്നു രാമൻ നായർ. അയാൾ ശുപാർശ ചെയ്തതുകൊണ്ട് വേണു എന്ന വേലുവിന് അവിടെ ജോലി ലഭിച്ചു. വേലു രാമൻ നായരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. രാമൻ നായർക്ക് ഒരു മകളുണ്ട്, ദേവകി. സുന്ദരിയാണ്, സുശീലയാണ്. സ്ത്രീലമ്പടനായ മാനേജർ വിക്രമന് അവളിൽ ഒരു നോട്ടവുമുണ്ട്. വേലുവും ദേവകിയും തമ്മിൽ അടുത്തു. അതൊരു പ്രണയ ബന്ധത്തിലേക്ക് വഴിമാറി. അവൻ ദേവകിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. താൻ വേഷം മാറി നടക്കുന്നതുകൊണ്ട് വിക്രമൻ്റെ കൊള്ളരുതായ്മ കൂടുകയേ ഉള്ളൂ, ഫാക്ടറി നശിക്കുകയേ ഉള്ളൂ എന്നൊക്കെ വേണുവിന് മനസ്സിലായി. താൻ ഉടനെ തന്നെ മടങ്ങി വരും എന്നൊരു കത്തെഴുതി ദേവകിക്ക് കൊടുത്തിട്ട് വേണു സ്ഥലം വിട്ടു. ദേവകിക്ക് താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തോന്നിയത്. തൻ്റെ വിഷമം അച്ഛനോട് അവൾ തുറന്നു പറഞ്ഞ് കരഞ്ഞു. അയാൾ അവളെ സമാധാനപ്പെടുത്തി. താൻ എങ്ങനെയെങ്കിലും വേലുവിനെ കണ്ടെത്തി കൊണ്ടുവരാമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ രാമൻ നായർ വേലുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഈ സമയം വിക്രമൻ അവളെ തൻ്റെ ഇംഗിതത്തിന് വഴക്കിയെടുക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. പ്രതികാരദാഹിയായ അയാൾ ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്ന അവളെ പിരിച്ചുവിട്ടു. അവളും വേലുവിനെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങി. തിരുവനന്തപുരത്തെത്തി. അവിടെ വച്ച് അവളുടെ സഹോദരനായ കേശവനെ കണ്ടെത്തി. അയാൾ ഒരു വീടെടുത്ത് അവളെ താമസിപ്പിച്ചു. റിക്ഷ വലിച്ച് ചിലവുകൾ നടത്തി സംരക്ഷിച്ചു. വേണു എന്ന യഥാർത്ഥ രൂപത്തിൽ അയാൾ വീട്ടിലെത്തി. അമ്മയും വേലക്കാരും തൊഴിലാളികളും ചേർന്ന് വലിയൊരു സ്വീകരണം അയാൾക്ക് നൽകി. പിന്നീട് വേലു എന്ന വേഷത്തിൽ അയാൾ ദേവകിയുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. വേണുവിന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. ഫാക്ടറിയിലെ റെക്കോർഡുകളും കണക്കുകളും പരിശോധിച്ചു. മാനേജറുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു. മാനേജർക്ക് ഇതിനെല്ലാം വ്യക്തവും കൃത്യവുമായ മറുപടി പറയേണ്ടി വരുമെന്ന് താക്കീത് നൽകി ദേവകിയെ അന്വേഷിച്ച് അയാൾ പുറപ്പെട്ടു. യാദൃശ്ചികമായി വേണുവും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് പഴയ പരിചയക്കാരനായ ബോംബെ ഹോട്ടൽ തൊഴിലാളി കേശവനെ കണ്ടെത്തുകയും അയാൾ വഴി ദേവകിയുടെ അടുത്തെത്താനും അയാൾക്ക് കഴിഞ്ഞു. പക്ഷേ ആ സമയം ഫാക്ടറിയിൽ വിക്രമൻ ചില കുരുക്കുകൾ ഒപ്പിച്ചിരുന്നു. മുതലാളിയായി വന്ന വേണു യഥാർത്ഥത്തിൽ പണിക്കാരൻ വേലുവാണെന്ന് അയാൾ പറഞ്ഞു പരത്തി. വേലു കബളിപ്പിക്കുകയായിരുന്നെന്നും ആളുകളെ അയാൾ വിശ്വസിപ്പിച്ചു. മാലതി വിശ്വസിച്ചു. സരസ്വതി അമ്മ ചിന്താക്കുഴപ്പത്തിലുമായി. വേണു മടങ്ങിയെത്തി. വിക്രമൻ്റെ പരാതി പ്രകാരം വേണുവിനെ ആൾമാറാട്ട കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. വേണു പോലീസിന് യഥാർത്ഥ വസ്തുതകൾ പറഞ്ഞുകൊടുത്തു. അതോടെ ചതിയനും കുടില ബുദ്ധിക്കാരനുമായ വിക്രമൻ ശിക്ഷിക്കപ്പെട്ടു. വേണു ദേവകിയെ വിവാഹം കഴിച്ചു. തൊഴിലാളികൾ വേണുവിന് വമ്പിച്ച സ്വീകരണം നൽകി.